ശ്യാമി കെ മുരളീധരൻ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതായത് 2016 താൻ ജയിച്ചത്, വട്ടിയൂർക്കാവിൽ ജയിച്ചത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയാണ്. മാത്രമല്ല ആ പിന്തുണ ഇപ്പോഴും ഇന്ത്യ മുന്നണിക്ക് വെൽഫെയർ പാർട്ടി എന്ന തലത്തിൽ ലഭിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെ കാണുന്നു? വെൽഫെയർ പാർട്ടി ആരുടേതാണെന്നറിയാലോ, ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയാണ് ഈ പറയുന്ന ജമാഅത്തെ വെൽഫെയർ പാർട്ടി. ഈ വെൽഫെയർ പാർട്ടിക്ക് 2011 ഏപ്രിൽ 18 രാജ്യത്ത് ഈ പാർട്ടി നിലവിൽ വരുന്നത്. കേരളത്തിൽ ഇത് ഒക്ടോബർ 19 അതേ വർഷം ഒക്ടോബർ 19 കേരള ഘടകം നിലവിൽ വന്നു. വളരെ തീവ്രവാദ സ്വഭാവമുള്ള ഒന്നാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദം പോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയായിട്ടുള്ള ഈ വെൽഫെയർ പാർട്ടിക്കും ഉള്ളത്. അവരതേ രീതിയാണ് പിന്തുടരുന്നത്. ഇതിൽ നിന്നും ചക്കയിൽ നിന്നും മാങ്ങ പിടിക്കില്ലല്ലോ, പ്ലാവിൽ നിന്നും മാങ്ങ എന്തായാലും പിടിക്കില്ല, ചക്കയെല്ലാം പിടിക്കത്തുള്ളൂ. അതുപോലെ തന്നെ തീവ്ര നിലപാടുള്ള ഒരു സംഘടന. പക്ഷേ അതൊരു പുറംപൊതിയുമായിട്ടാണ് എത്തിയത്. അവരുടെ ആദ്യത്തെ നയം ഭൂസമരമായിരുന്നു. ഭൂസമരം എന്ന് പറയുമ്പോൾ ഭൂരഹിതർക്ക് 10 സെൻറ്റ് ഭൂമി നൽകുക, കൃഷിക്കാർക്ക് 1 ഏക്കർ ഭൂമി നൽകുക, തോട്ടങ്ങൾ അവകാശികളില്ലാതെ തോട്ടങ്ങൾ പിടിച്ചെടുക്കുക, അത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യുക. ഇങ്ങനെ ഭൂസമരങ്ങളാണ് കേരളത്തിൽ എമ്പാടും ഇവർ സംഘടിപ്പിച്ചത്. താലൂക്ക് ഓഫീസുകൾ, വില്ലേജ് ഓഫീസുകളിലേക്കൊക്കെ ഈ ആവശ്യവുമായി ഇവർ മാർച്ച് നടത്തി. ഇതൊരു പുറംപൂച്ചാണ്. അതായത് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണോ അതിനെ മറച്ചു വെച്ചുകൊണ്ട് സാധാരണക്കാരെ തങ്ങളിലേക്ക് പിടിച്ചെടുക്കുക. അതായത് സാധാരണക്കാരെ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ദളിത് വിഭാഗത്തിലുള്ള ജനങ്ങളെ, അവരെ ഭൂരഹിതരായിട്ടുള്ള അവരെ തങ്ങളിലേക്ക് പിടിച്ചിടുക, ശേഷം തങ്ങളിലേക്ക് അവരെ നിർത്തിക്കൊണ്ട് ആ ഒരു കവചം തീർത്തുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യം നടപ്പാക്കുക. അത്തരത്തിലൊരു തീവ്രവാദ ആശയം, അതായത് നേരിട്ട് നിന്നല്ല അടിക്കുന്നത്, ഇൻ്റലക്ച്വൽ ടെററിസം, ബൗദ്ധിക തീവ്രവാദം, അതാണ് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയും ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ നയം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ചുമ്മാ യൂട്യൂബിൽ കയറി നോക്കിയാൽ മതി. യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ കയറിയിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്താണ്, വെൽഫെയർ പാർട്ടി എന്താണെന്ന് തപ്പി നോക്കിക്കഴിഞ്ഞാൽ പോയി നിൽക്കുന്നത് എവിടെയാണെന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. അങ്ങനെ ഒരു സംഘടനയുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് താൻ ജയിച്ചത് എന്ന് കെ മുരളീധരൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. കുമ്മനം രാജശേഖരനെ വട്ടിയൂർക്കാവിൽ തോൽപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മേടിച്ചിട്ടാണെന്നാണ് ഈ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നാണക്കേടാണ്. ഒരു തീവ്രവാദിയുടെ വോട്ട് മേടിക്കുക, വോട്ട് മേടിച്ച് ജയിച്ച ശേഷം ആ തീവ്രവാദിയുടെ വോട്ട് കൊണ്ടാണ് ഞാൻ ജയിച്ചത് എന്നൊരു കിരീടം പോലെ കൊണ്ടു കിടക്കുക, തലയെ വെച്ചുകൊണ്ട് കിടക്കുകയാണ്, ഒരു കിരീടം പോലെ. തനിക്കെന്തോ വലിയ അവാർഡ് കിട്ടിയ പോലെയാണ് കെ മുരളീധരന് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മേടിക്കുക. ഇവർക്കൊക്കെ അന്തസ്സുണ്ട് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും രാഷ്ട്രീയ നിലപാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, മതേതര കാഴ്ചപ്പാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരക്കാരുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ഇവർ തയ്യാറാണ്. ഇത്തരത്തിലുള്ള രാജ്യത്തെ ശരീഅത്ത് നിയമം കൊണ്ടുവന്ന് രാജ്യത്തെ പൂർണ്ണമായി ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതാണല്ലോ. ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ രാജ്യം അല്ലെങ്കിൽ ഈ കേരളം, ഈ ഒരു സൗത്തിനെ ഒരു പ്രത്യേക രാഷ്ട്രമാക്കാനൊക്കെ ചിന്തിച്ച് കിടക്കുന്ന ഒരു സംഘമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഇവർക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, ഈ SDP തീവ്രതയുള്ള തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അവരുടെ യഥാർത്ഥ മുഖം കാണണമെങ്കിൽ നമ്മൾ തൊട്ടയിലെ ബംഗ്ലാദേശിലോട്ട് എത്തി നോക്കിയാൽ മതി. ബംഗ്ലാദേശിലോട്ട് എത്തി നോക്കിക്കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ തനി നിറം നമുക്ക് അവിടെ കാണാൻ പറ്റും. അവനവിടെ എന്താണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണണമെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് നമ്മൾ നോക്കിയാൽ മതി. ഒന്നും വേണ്ട, എക്സ് എടുത്ത് വെക്കണം. എക്സ് ഉണ്ടല്ലോ എല്ലാവർക്കും. എക്സ് എന്ന് പറഞ്ഞാൽ പഴയ ട്വിറ്റർ എടുത്ത് വെച്ചിട്ട് ബംഗ്ലാദേശ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇഷ്ടം പോലെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ കൈയിരിപ്പ് കാണാൻ പറ്റും. ആ ജമാഅത്തെ ഇസ്ലാമിക്കാരനും ഈ നടക്കുന്ന ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരനും യാതൊരു വ്യത്യാസവുമില്ല. ഇവർ രണ്ടുപേരും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അവൻ അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. അവൻ അവിടെ അധികാരം ഉള്ളത് കൊണ്ട് അവൻ അവിടെ തോന്നിവാസം കാണിച്ചുകൊണ്ടിരിക്കുന്നു, അഴിഞ്ഞാടുന്നു. ഇവിടെ ഇവൻ അധികാരമുണ്ടെങ്കിൽ ഇവിടെ ഇവനും കൊന്നുകൂട്ടും. ഇവിടെയും ഈ വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവൻ ഇവിടെ നമ്മളെയും കൊന്നുകൂട്ടും. ഈ പറയുന്ന നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമുദായങ്ങളെ, ബാക്കിയുള്ള മതവിശ്വാസികളെയും ബാക്കിയുള്ള സമുദായങ്ങളെയും എല്ലാം തന്നെ കൊന്നുകൂട്ടും. അതായിരിക്കും ചെയ്യാൻ പോകുന്ന അടുത്ത പരിപാടി. അതാണ്. അവരെവിടെ കാലുകുത്തിയോ, ജമാഅത്തെ ഇസ്ലാമി എവിടെ കാലുകുത്തിയോ അവിടെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രമാണ്. അവരുടെ രാഷ്ട്രം മതപരമായിട്ടുള്ള രാഷ്ട്രം. ഇത് ഇന്നിപ്പോൾ മുരളീധരൻ ഇത് പറഞ്ഞിരിക്കുന്നു.
മുരളീധരൻ ചുമ്മാ എണ്ണീറ്റ് അവിടുത്തെ ബംഗ്ലാദേശിലുള്ള യൂണിവേഴ്സിറ്റികൾ നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റികളുടെ പടിയിൽ ഇന്ത്യൻ പതാക ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇന്ത്യൻ പതാക എന്തിനാണ് സ്ഥാപിച്ചിരിക്കുന്നത്? അവിടുത്തെ ഓരോ വിദ്യാർത്ഥിയും ഇന്ത്യൻ പതാകയിൽ ചവിട്ടി വേണം അകത്തോട്ട് പോകാൻ. സ്വന്തം രാഷ്ട്രപിതാവിനെ തന്നെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ അവിടെ അടിച്ചു തകർത്തു. അവിടുത്തെ ഭരണാധികാരിയായിട്ടിരുന്ന ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 20 മുതൽ അവർ ഇന്ത്യയിൽ കഴിയുകയാണ്. ഇപ്പോൾ അവരെ കൊല്ലണം ഇവർക്ക്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു പരസ്യമായി SDPIയുടെ പിന്തുണ UDF ലഭിക്കുന്നു. ഇപ്പോഴിതാ കെ മുരളീധരൻ തുറന്നു പറയുന്നു ഈ മുസ്ലിം തീവ്രവാദ സംഘടനകളുമായി തങ്ങൾക്കുള്ള ബന്ധം, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ, ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എങ്ങനെയായിരിക്കും ഇവിടെയുള്ള മറ്റ് ഭൂരിപക്ഷ സമുദായങ്ങൾ കോൺഗ്രസിനെ നോക്കിക്കാണുക? ഈ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്ന സംഘത്തിന് ഈ ഒരു ബുദ്ധി എന്ന് പറയുന്ന സാധനം, ബോധം എന്ന് പറയുന്ന സാധനമുണ്ട്, തിരിച്ചറിവ് എന്ന് പറയുന്ന സാധനം ഇനിയും എത്തിയിട്ടില്ല. വെളിച്ചം ഇതുവരെ അവരുടെ ജനൽ കടന്ന് അകത്തേക്ക് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ പലവരുടെയും പല രാഷ്ട്രീയക്കാരുടെയും ഇത് തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഇവിടുത്തെ ഇന്ത്യയിലുള്ള ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശിൽ കിടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഇവരെല്ലാം ഒരേ ആൾക്കാരാണ്, ഒരേ ടീമാണിത് മുഴുവൻ, ഒരേ സംഘമാണ്, ഒറ്റ സംഘമാണ് ഇതെല്ലാം. അവരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റുന്നതല്ല ഉള്ളൂ ഇവരുടെയൊക്കെ തനി സ്വരൂപം എന്താണെന്ന്. ഈ മുരളീധരനെ പണ്ടേ പലരും വിളിക്കുന്നത് ശിഖണ്ഡി എന്നാണ്. അതായത് മുന്നിൽ നിന്ന് യുദ്ധം ചെയ്ത് വീരനെ വീഴ്ത്തുക എന്നുള്ളതാണ്. നേമത്ത് BJPയെ തോൽപ്പിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പേര് നാട്ടുകാർ വിളിച്ചു തുടങ്ങിയത്. നേമത്ത് കുമ്മനത്തെ വീഴ്ത്താൻ ഫ്രണ്ടിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് BJPയെ ഞാൻ വീഴ്ത്തി കഴിഞ്ഞേ എന്ന് പ്രഖ്യാപിച്ച് മതേതരനായി വാഴുന്ന ഒരാളാണ് ഈ കെ മുരളീധരന് ജമാഅത്തെ ഇസ്ലാമി എനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയെന്ന് പറയുന്നതിന് യാതൊരു നാണക്കേടും ഇല്ലാത്തതിനെ കുറിച്ച് അദ്ദേഹം സ്വയം പോയി ഒരു കണ്ണാടിയിൽ നോക്കണം. താനൊരു കോമാളിയാണ് എന്ന് ആ കണ്ണാടി താങ്കളോട് പറയും. അത് അധിക സമയം വേണ്ടി വരില്ല എന്ന് വേണം ഇക്കാര്യത്തിൽ പറയാൻ. ഇവിടെ ഇവരൊരാൾ മാത്രമൊന്നും അല്ലെന്നേ, കെ മുരളീധരൻ മാത്രമൊന്നുമല്ല, ഒരുപാട് പേർക്ക് ഇവർ വോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ചേട്ടൻ ശ്രദ്ധിച്ചു, വലിയൊരു മാറ്റം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പണ്ടൊക്കെ CPM അടിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ അടി കൊണ്ട് പോകുമായിരുന്നു. ഇപ്പം നല്ല അടി മേടിക്കും തിരിച്ച്. അതായത് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് പിരിച്ചുവിട്ടപ്പോൾ പോപ്പുലർ ഫ്രണ്ടിലുള്ള നല്ലൊരു ശതമാനം തീവ്രവാദികൾ പോയി കയറിയിരിക്കുന്ന ഈ കോൺഗ്രസ്സിലാണ്. CPMലും കയറിയിട്ടുണ്ട്. CPMനേക്കാൾ കൂടുതൽ ചെന്ന് കയറിയിരിക്കുന്നത് കോൺഗ്രസ്സിലാണ്. കോൺഗ്രസ്സിൽ എളുപ്പം കയറിപ്പറ്റാൻ പറ്റും. മാത്രമല്ല കോൺഗ്രസ്സിലെ ഏതെങ്കിലും ഒരു നേതാവിന് സംരക്ഷണം ഒരുക്കി ആ രീതിയിൽ നിന്ന് പോയാൽ മതി, ബാക്കിയുള്ളവരെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇപ്പം മുക്കിന് CPM അടി മേടിക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഇപ്പോൾ സാധാരണ ഒരു പ്രകടനമൊക്കെ നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ പതാകയൊക്കെ CPMൻ്റെ DYFI ഒക്കെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു പ്രതിഷേധ പ്രകടനം നടക്കുമ്പോൾ. ഇപ്പോൾ തൊടത്തില്ല. അങ്ങനെ തൊട്ടാ അറിയാം, അടിമേടിക്കും. അടിക്കുന്ന ആരാ? കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസിൻ്റെ കതറൂട്ട് വരുന്ന PFIക്കാരനാണ്, പോപ്പുലർ ഫ്രണ്ടുകാരനാണ്, SDPIക്കാരൻ. അവൻ വന്നിട്ട് നല്ല രീതിയിൽ കീറിയിട്ട് പോകും. അവൻ അടിക്കുകയൊന്നുമില്ല, വെട്ടി പഞ്ഞിക്കിട്ടിട്ട് പോക്കളയും. അതിവിടെ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ഈ കിളിമാനൂർ ഒരടി നടന്നു. CPMകാർ 2 കോൺഗ്രസ്സുകാരെ തല്ലി. അമ്മാർ പോയി ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ട് വന്നത് മുഴുവൻ NDFകാരാണ്. CPMൻ്റെ DYFIയുടെ 7 പേര് ദിവസങ്ങളോളം ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലായിരുന്നു. തലയെല്ലാം അടിച്ച് പൊട്ടിച്ച് കളഞ്ഞു. ഒരാളുടെ തലയ്ക്ക് 12 സ്റ്റിച്ചായിരുന്നു. തലയടിച്ച് തകർത്ത് കളഞ്ഞു. ഇതാണ് പറഞ്ഞത്, ഈ സംഘങ്ങളിലെല്ലാം ഇവർ കയറി പറ്റിയിട്ടുണ്ട്. ഇത് കെ മുരളീധരൻ മാത്രമൊന്നുമല്ല, എല്ലാ നേതാക്കളും ഇവരുടെ വോട്ട് മേടിക്കുന്നുണ്ട്. ഇവർ BJP അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വോട്ട് മേടിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും പോകെ ഈ ആടൊരു ഭീകര ജീവി എന്നുള്ള സിനിമയുണ്ടല്ലോ, അതിലെ പാപ്പൻ ഇങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോൾ പുറകിൽ നിന്ന് പാപ്പൻ്റെ തലയെ വെടിവെക്കുമല്ലോ, അതുപോലെ ഏറ്റവും അവസാനം പോകെ ഈ ആദ്യം താഴെ നിന്ന് വളർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ ഈ വോട്ട് ചെയ്ത നേതാവിനെ തന്നെ ഇവൻ പുറകെ നിന്ന് വെടിവെക്കും. അതാണ് നടക്കാൻ പോകുന്നത്. ബംഗ്ലാദേശിൽ ആദ്യം ആരായിരുന്നു? വിദ്യാർത്ഥി വിപ്ലവം ആരംഭിച്ചപ്പോൾ അവിടുത്തെ ഹിന്ദുക്കളും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഈ സംഘത്തിലുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇത് നടപ്പാക്കുന്നതെന്ന് മനസ്സിലാക്കാതെ വിദ്യാർത്ഥി വിപ്ലവത്തിൽ അവിടുത്തെ ബംഗ്ലാദേശിലെ യൂണിവേഴ്സിറ്റികളിലെ ഹിന്ദു വിദ്യാർത്ഥികളും ബുദ്ധ വിദ്യാർത്ഥികളും ക്രൈസ്തവരായിട്ടുള്ള വിദ്യാർത്ഥികളും എല്ലാം തന്നെ ഇവർ വിദ്യാർത്ഥി വിപ്ലവത്തിനൊപ്പം നിന്നു. അതെല്ലാം കഴിഞ്ഞ് വിദ്യാർത്ഥി വിപ്ലവം വിജയിച്ച് ഹസീന ഓടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഹസീന ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേവൻ ചെന്ന് എവിടേക്കാ? ഈ കൂടെ നിന്നവൻ്റെ വീട്ടിലേക്ക് ആദ്യം ചെന്ന് കൂടെ നിന്നവൻ്റെ സഹോദരി ആദ്യം പിടിച്ചുകൊണ്ട് പോയത്. കൂടെ നിന്ന് ഹസീനയ്ക്കെതിരെ സമരം ചെയ്തവൻ്റെ സഹോദരിയെ അമ്മയാണ് ആദ്യം അവന്മാർ പിടിച്ചുകൊണ്ട് പോയത്. പിന്നീട് അവൻ്റെ വീട് തകർത്തു, അവനെ കൊന്നു. ഒരു പത്ര ഓഫീസിൽ കയറി
പിന്നെ പിന്നെ മുഖ്യ എഡിറ്ററെ അടക്കം പിടിച്ചുകൊണ്ട് വന്ന് കൊന്ന് കെട്ടിത്തൂക്കി പാലത്തിന്റെ താഴെ കെട്ടിത്തൂക്കി കണ്ടോ? ഇതാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മേടിച്ചെന്നാണ് മുരളീധരൻ ഇപ്പോൾ പറയുന്നത്. ഇതൊക്കെ വളരെ എന്താ പറയുക, കേരളത്തിലെ കോമാളിത്ത രാഷ്ട്രീയത്തിൻ്റെ കുറേ കാഴ്ചകളാണ്. ഈ കോമാളിത്തം എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ചിരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫലം ദൂരവ്യാപകമായി വളരെ വലിയ അപകടമാണ് കാത്തിരിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഓരോ നേതാക്കന്മാർ ഇവരെ പ്രോത്സാഹിക്കുമ്പോഴും ഓരോ ദിവസവും കടന്നു പോകും തോറും അവർ കടന്നു കയറിക്കൊണ്ടേയിരിക്കുകയാണ്. BJP നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരല്പമെങ്കിലും ഇവരുടെ ഒരു വിളയാട്ടത്തിന് കുറവുണ്ടാകുന്നത്. അതുമല്ലെങ്കിൽ ഇവിടെ എന്താ അഴിഞ്ഞാടുകമാർ ബംഗ്ലാദേശിന് അപ്പുറമായിരിക്കും കാണാൻ പോകുന്നത്. അവിടെ ഇപ്പോൾ തന്നെ പിന്നെ മുഹമ്മദ് യൂനൂസിൻ്റെ ഉപദേഷ്ടാവ് പറഞ്ഞത് മിസോറാമും പശ്ചിമബംഗാളും എല്ലാം ഞങ്ങളുടേതാണ്, അധികം വൈകാതെ ഞങ്ങളുടെ കയ്യിലാക്കുമെന്നാണ് പറഞ്ഞത്. അരി മേടിക്കാൻ അവന്മാരുടെ മാർഗ്ഗമില്ലാഞ്ഞിട്ടും അവന്മാരുടെ ലക്ഷ്യം യുദ്ധം ചെയ്യാനും ഇതൊക്കെ പിടിച്ചെടുക്കാനുമാണ്. കഴിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, മറ്റുള്ളവരെ കൊല്ലുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. മതരാഷ്ട്രം ഉണ്ടാക്കിയെടുക്കുക, അതാണ് ജമാഅത്തെ ഇസ്ലാമി. CPM-ന് അത് ഏകദേശമൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് വിജയരാഘവൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ഏറ്റവും തീവ്രവാദ സംഘടനയാണ്, തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണെന്ന് വിജയരാഘവൻ പറയാനുള്ള കാരണം CPM-ന് നന്നായി മനസ്സിലായി ജമാഅത്തെ ഇസ്ലാമി ചെറിയൊരു മീനല്ല എന്നുള്ളത്. ഏതായാലും മുരളീധരൻ വോട്ട് മേടിച്ച് ഇനിയും ജയിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ കടക്കിൽ തന്നെ കത്തിവെക്കുകയാണ്. നടക്കട്ടെ.